ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കേസാക്കാതെ ഒന്ന് ഒതുക്കി തീർത്താൽ വലിയ ഉപകാരമായിരുന്നു. ആ പെണ്ണൊരു ഭദ്രകാളിയാ. അവര് ഞങ്ങളെ പണികളയക്കും. സാറ് പൊക്കോ. ആ വണ്ടിയും ചന്ദനമൊക്കെ പോയെന്ന് കരുതിയാൽ മതി. എനിക്കിങ്ങനെ വിട്ടുകളയാൻ പറ്റില്ല സർ. ഞാൻ അവരോട് സംസാരിച്ചു നോക്കട്ടെ. ഹലോ, പോലീസ് സ്റ്റേഷൻ. ഹലോ സാറേ, ചന്ദനത്തടി പിടിച്ചു. വാട്ട്? നിങ്ങൾ എന്ത് ഈ പറയുന്നേ? സ്റ്റേഷനിലേക്കോ? ഞാൻ ദാ വരുന്നു. പൃഥ്വി, നിന്നോട് എനിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ചേച്ചി, എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് പുറത്തേക്ക് പോകണം. വന്നിട്ട് സംസാരിക്കാം. എന്ത് അത്യാവശ്യ പൃഥ്വി? ഞാൻ അറിയാതെ നിനക്ക് ഓഫീസ് കാര്യങ്ങളിലെ നിന്റെ ഈ ഉഴപ്പിന് നടക്കില്ല. ഇനിയെങ്കിലും നീ കൃത്യമായിട്ട് ഓഫീസിൽ പോണം. കല്യാണം കഴിഞ്ഞാൽ നിന്നെ അശ്വതിയെ ഓഫീസ് കാര്യങ്ങൾ ഏൽപ്പിക്കാനാ എന്റെ തീരുമാനം. ചേച്ചി ചേച്ചി പ്ലീസ്, എനിക്ക് കുറച്ച് തിരക്കുണ്ട്. നമുക്ക് വന്നിട്ട് സംസാരിക്കാം. ഓക്കെ ഓക്കെ, ബൈ. പൃഥ്വി, പൃഥ്വി നിന്നെ എവിടെ? പൃഥ്വി, ഇനി പ്രത്യേകിച്ച് ഫോർമാലിറ്റീസ് ഒന്നുമില്ല. വണ്ടിയുടെ RC ഓണറെ ഞങ്ങൾ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. ബാക്കി കാര്യങ്ങളെല്ലാം നിയമത്തിന്റെ വഴിക്ക് നടന്നോളും. ഞങ്ങൾക്കിനി പോവാമല്ലോ അല്ലേ? ഇനിയുള്ള കാര്യങ്ങളിൽ ഞങ്ങളെ കൂടുതൽ ഇൻവോൾവ് ചെയ്യിക്കാതെ നോക്കണേ സാർ. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. സത്യത്തിൽ നിങ്ങൾ ചെയ്തത് വലിയൊരു കാര്യമാണ്. നിങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാര് ഇതുപോലെ മുന്നോട്ട് വന്നാലേ ഈ നാട് രക്ഷപ്പെടും. സർ, നിങ്ങളൊരു 5 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യും. എന്താ സർ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതൊന്നുമല്ല, RC ഓണർ ഇപ്പൊ എത്തും. അതിനുശേഷം 1-2 ചെറിയ ഫോർമാലിറ്റീസ് ഉണ്ട്. അതാ. അതിന് ഞങ്ങൾ വേണോ? നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവത്തില്ല. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. നിങ്ങളൊന്ന് പുറത്ത് വെയിറ്റ് ചെയ്യും. ഓക്കെ സർ. ശരി സാർ. താനീ പറഞ്ഞൊക്കെ ശരിയാണോ? അവരുടെയാണോ വണ്ടി? വണ്ടി അവരുടെ അല്ല. സംഭവം അറിഞ്ഞ പയ്യ എന്നെ വിളിച്ചിരുന്നു. അയാൾ ഉടനെ എത്തുന്ന പറഞ്ഞേ. അവരെങ്ങനെ പിണക്കാൻ പറ്റുന്ന ടീമല്ലല്ലോ. അതെ സർ. എങ്ങനെയെങ്കിലും കോംപ്രമൈസ് ചെയ്യണമെന്ന് ആ പയ്യൻ പറയുന്നത്. എന്തായാലും ഒരു വരട്ടെ, എന്നിട്ട് നോക്കാം. ഒതുക്കി തീർക്കുന്നത് നല്ലതെന്നാ എനിക്ക് തോന്നുന്നു. ശരി, എന്തായാലും ഒരു വരട്ടെ, എന്നിട്ട് നോക്കാം. സർ. ഹലോ പൃഥ്വി, എവിടെ? ഞാൻ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. എന്താ സംഭവിച്ചത്? കൃത്യമായ ഡീറ്റെയിൽസ് അവിടെ ചെന്നാലേ അറിയാൻ പറ്റുള്ളൂ. ഇനി എന്ത് ചെയ്യും? തടി അവര് പിടിച്ചു വെക്കൂ. അത് തിരിച്ചിട്ടില്ലെങ്കിലും ഞാനാകെ പ്രശ്നത്തിലാവും. പേടിക്കണ്ട, നമുക്ക് എന്തെങ്കിലും ചെയ്യാം. സ്റ്റേഷനിലെ SIയും PCയും ഒക്കെ നമുക്ക് അറിയാവുന്നവരാ. ഞാൻ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. അവിടെ ചെന്നാലേ നമുക്കൊരു ക്ലിയർ പിക്ചർ കിട്ടൂ. കാര്യങ്ങൾ അറിഞ്ഞിട്ടൊരു ഞാൻ നരിയെ വിളിക്കാം. ഇവിടെ ഇരുന്നിട്ട് എനിക്കൊരു സമാധാനം കിട്ടുന്നില്ല. ഞാൻ അങ്ങോട്ട് വന്നോണ്ടിരിക്കുക. ഓക്കെ, വന്നാലും പുറത്തേ നിൽക്കാവൂ. പോലീസുകാർക്ക് സംശയം ഉണ്ടാക്കുന്ന രീതിയിൽ അകത്തേക്ക് വരാൻ നോക്കണ്ട. ഓക്കെ, ശരി, ഞാൻ വിളിക്കാം. ബൈ. ഞാൻ ഇവിടെ സ്റ്റേഷന് പുറത്ത് എത്തിയിട്ടുണ്ട്. ഞാൻ അകത്തേക്ക് വരണോ? ശരി, എന്നാ ഞാൻ ഇവിടെ നിൽക്കാം. സാറേ, എന്തായി? ഞാൻ
SI എല്ലാം പറഞ്ഞിട്ടുണ്ട്. സംഭവം നമുക്ക് ഒതുക്കി തീർക്കാം. പക്ഷെ കംപ്ലൈന്റ് ചെയ്തത് 2 പേരുണ്ട്. ഓക്കെ. അവരത് ഇഷ്യൂ ആക്കുകയോ ന്യൂസ് ആക്കുകയോ ചെയ്താൽ പണിയാകും. അതുകൊണ്ട് അവരെ പറഞ്ഞൊന്ന് സെറ്റിലാക്കണം. അത് കുഴപ്പമില്ല, ഞാൻ സംസാരിച്ചോളാം. എന്തെങ്കിലും വേണ്ടതുപോലെ ചെയ്യുകയും ചെയ്യാം. അതുപോലെ അത് മതി. അവർ കംപ്ലൈന്റ് പിൻവലിക്കണം, അത്രേ ഉള്ളൂ. ഓക്കെ, നോ ഇഷ്യൂ. അവരെവിടെ ഉണ്ട്? അവരവിടെ ഉണ്ട്. സാർ വാ. ശരി. പറഞ്ഞോ സാർ. നമ്മൾ എന്തിനാ ഇവിടെ നിർത്തിയിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ജോർജ് സാറിനെ വിളിച്ച് വിവരം പറയണോ? സാറ് വിളിച്ച പിന്നെ അത് പല സംശയങ്ങൾക്കും ഇട നൽകും. തൽക്കാലം നമ്മൾ 2 സാധാരണ സ്കൂൾ ടീച്ചർമാരുടെ അവസ്ഥയിൽ തന്നെ നിൽക്കുന്നതാ നല്ലത്. വിനോദ, കോളെടുക്ക. ഹലോ ഹലോ, റേഞ്ച് ഓറാൻ തോന്നുന്നു. ഹലോ, വിട്ടുവിട്ടാ കേൾക്കുന്നത്, ഒന്ന് ഹോൾഡ് ചെയ്. സാർ ഇവിടെ നിൽക്കേ, ഞാൻ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ട് വരാം. അത് കഴിഞ്ഞ് സാറ് വന്നാ മതി. ഞാൻ സംസാരിച്ചോളാം. അവര് വലിയ കാര്യങ്ങൾ ചെയ്തു എന്ന രീതിയിലാണ് SI സാറിനോട് സംസാരിച്ചിരിക്കുന്നത്. എന്നിട്ടിപ്പോ നമ്മൾ മാറ്റി പറഞ്ഞ അത് പണിയാവും. ഞാനൊന്ന് തഞ്ചത്തി പറഞ്ഞു നോക്കട്ടെ. ഇല്ലെങ്കിൽ ഒറ്റയടിക്ക് പറ്റില്ല എന്ന് പറഞ്ഞാ അത് നാണക്കേടാവില്ലേ? പോയിട്ടോ. ശരി സാർ, സാർ ഇരിക്കും. ആ. മാഡം, കൂടെ ഉണ്ടായിരുന്ന ആളെവിടെ? ഒരു ഫോൺ വന്നിട്ട് മാറിയതാ. എന്തായി, അവര് വന്നോ? ഞങ്ങൾ പോയിക്കോട്ടെ? അല്ല, അതെന്താന്ന് വെച്ചാലേ അവർക്കൊരു അബദ്ധം പറ്റി. ലോഡ് മാറ്റി കയറ്റിയതെന്നാ പറയുന്നത്. സ്ഥിരം കടത്തലുകാരോ മാഫിയക്കാരോ ഒന്നും അല്ല. അവരെ ആരോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് പെട്ടുപോയതാണ്. അതുകൊണ്ട് കേസാക്കാതെ ഒന്ന് ഒതുക്കി തീർത്താൽ വലിയ ഉപകാരമായിരുന്നു. സർ, നടക്കില്ല സർ. ആ പെണ്ണൊരു ഭദ്രകാളിയാ. അവര് ഞങ്ങളെ പണി കളയിക്കും. സാറ് പൊക്കോ. ആ വണ്ടിയും ചന്ദനമൊക്കെ പോയെന്ന് കരുതിയാ മതി. എനിക്കിങ്ങനെ വിട്ടുകളയാൻ പറ്റില്ല സർ. ഞാൻ അവരോട് സംസാരിച്ചു നോക്കട്ടെ. എക്സ്ക്യൂസ് മീ. യെസ്.